ഓക്കെ, അതുപോലെ തന്നെ FR ഇപ്പോൾ ഒരുപാട് പേരെ മെന്ററിങ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ആളുകളെ സക്സസ്ഫുൾ ആവാനായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു മെന്റർ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് റീബൂട്ട് എന്ന് പറഞ്ഞിട്ട്. അതിൽ പല പ്രശ്നങ്ങളുള്ള ഓവർ തിങ്കിങ്, പലതരത്തിലുള്ള അഡിക്ഷൻസ്, പലതരത്തിലുള്ള വീക്ക്നെസ്, സ്ട്രെസ്സ്, കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളില്ലായ്മ, അത്തരത്തിൽ പല പ്രശ്നങ്ങളുള്ള ആളുകൾ വന്ന് രജിസ്റ്റർ ചെയ്യാറുണ്ട്. സോ അപ്പോൾ അവർക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള മെൻറ്റർഷിപ്പിലൂടെ അതിൽ നമ്മൾ അവരുടെ പ്രോബ്ലംസിനെ ഫിക്സ് ചെയ്ത് അവരെ ഒരു അടുത്ത ലെവൽ ലൈഫിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കാറുണ്ട്. സോ ഇതുപോലെ FR ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി എന്താണ് വിചാരിക്കുന്നത്? നമ്മളുടെ പേഴ്സണൽ ലൈഫിലാണെന്ന് ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു മെൻറ്ററുടെ ആവശ്യകത. ഓക്കെ, ഇവിടെ ഞാനൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആ ഒരു മേഖലയെക്കുറിച്ച് തരാം. ഇപ്പോൾ സാധാരണ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ള ചില വാക്കുകളുണ്ട്. അതിലൊന്നാണ് മെൻറ്റർ, മറ്റൊന്നാണ് ട്രെയിനർ, മറ്റൊന്നാണ് കോച്ച്, കൺസൾട്ടൻറ്റ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരേപോലെ ഉണ്ടാകും, പക്ഷേ ഇതിനൊക്കെ വ്യത്യസ്തതയുണ്ട്. ഓക്കെ, നമുക്ക് മെൻറ്ററിനെ കുറിച്ച് പറയാം. മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരാളൊരു വഴിയിൽ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വഴി മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ അയാൾക്ക് പ്രാപ്തി ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഞാൻ ഈ വന്ന വഴിയാണിത്, ഈ വഴിയിൽ ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ ഇത്ര സ്മൂത്തായിട്ടുള്ള ഏരിയ ഉണ്ട്, ഇന്ന സ്ഥലത്തു നിന്ന് ഒരു ടേൺ എടുത്തോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇയാളാണ് മെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പബ്ലിക് സ്പീക്കർ ആയിട്ടുണ്ടെങ്കിൽ എനിക്കൊരാളെ പബ്ലിക് സ്പീക്കർ ആവാൻ മെൻറ്റർ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് അത് ആവേണ്ടത് എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, ബിക്കോസ് ഞാൻ ആ ട്രാവൽ ചെയ്ത ആളാണ്. നമ്പർ 1. കോച്ച് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. കോച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാനൊരിക്കലും ഞാൻ കോച്ച് ചെയ്യുന്ന വ്യക്തിയുടെ സ്കില്ല് എനിക്ക് വേണമെന്നില്ല. അയാളിപ്പോൾ ഒരു ഫുട്ബോളർ ആണെങ്കിൽ എനിക്ക് ഫുട്ബോളിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയാവും, എനിക്ക് ഫുട്ബോൾ കോച്ച് ചെയ്യാൻ പറ്റും. അതേ ഫിറ്റ്നസ് എനിക്ക് വേണമെന്നില്ല, അതേ ട്രിക്കുകൾ എനിക്ക് അറിയണമെന്നൊന്നുമില്ല. പക്ഷെ അയാളുടെ കയ്യിലുള്ള സ്ട്രെങ്ത്തിനെ ഉപയോഗപ്പെടുത്താനും ആ സ്ട്രെങ്ത്തിന് അയാൾ പോലും അറിയുന്നുണ്ടാവില്ല, ആ വ്യക്തി പോലും അറിയാത്ത സ്ട്രെങ്ത്തിനെ അയാളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ എനിക്ക് സഹായിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് കോച്ചിങ്. അതിലൂടെ ഞാൻ ആ വ്യക്തിയെ സഹായിച്ചുകൊണ്ട് അയാളുടെ സ്ട്രെങ്ത്തിനെല്ലാം പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുക. ഇനി ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള സ്ട്രെങ്ത് ഉണ്ട്, ബിസിനസ്സിനുള്ള ഒരുപാട് സാധ്യതകൾ കിടപ്പുണ്ട്. ആ സാധ്യതകളെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാനൊരു കോച്ചായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സെഗ്രിഗേഷൻ. ഈ 2 മാത്രമേ ഞാനിപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. ഇനി മെൻറ്റർഷിപ്പിലോട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ ലൈഫിൽ മെൻറ്റേഴ്സ് ഉണ്ട്. നമ്മളില്ലെന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ട്. ആരാണ് മെൻറ്റർ? ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകളുണ്ടല്ലോ, ആ ഒരു യാത്ര ചെയ്ത് ഒരു പാത പിന്നിട്ട ആളുകൾ ആ വഴി നമുക്ക് പറഞ്ഞിരുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അച്ഛൻ നമ്മുടെ മെൻറ്ററാണ്, നമ്മുടെ അമ്മ നമ്മുടെ മെൻറ്ററാണ്, നമ്മുടെ അധ്യാപകർ മെൻറ്ററാണ്, നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ നമ്മുടെ മെൻറ്ററാണ് പല കാര്യത്തിലും, അല്ലേ? ഇനി ചിലപ്പോഴെങ്കിലും നമ്മുടെ ശത്രു പോലും നമ്മുടെ മെൻറ്ററാണ്. നമ്മുടെ ശത്രു പോലും നമ്മുടെ മെൻറ്ററാണ്. ചിലപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്ററും നമ്മുടെ മെൻറ്ററാണ്. നമ്മുടെ കോമ്പറ്റീറ്റർ പോയ വഴിയിലുള്ള പാളിച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പാളിച്ചകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹീ ഈസ് ബിക്കമിങ് യുവർ മെൻറ്റർ അൺനോയിങ്ലി. പറയാതെ നിങ്ങളുടെ അയാളുടെ മെൻറ്റർഷിപ്പ് നിങ്ങൾ എടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഒരു മെൻറ്റർ എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ നമുക്ക് ഒന്നല്ല ഒട്ടനവധി മെൻറ്റർ. ഇപ്പോൾ ഞാൻ പേഴ്സണൽ ലൈഫിൽ പറയുകയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഞാനൊരു ടെക്നിക്കലി ഭയങ്കര ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ആളല്ല. എനിക്ക് ടെക്നോളജി ഒരു കാര്യം ഡിസൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് അറിയാവുന്ന വളരെ നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ എൻ്റെ ഹെൽത്തിനെ നോക്കാൻ ഞാൻ എക്സ്പെർട്ടൈസ് അല്ല, ഐ ആം നോട്ട് എ ഹെൽത്ത് കോച്ച്. നമ്മുടെ ശരീരത്തിലുള്ള എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, എന്ത് കഴിച്ചാലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്, നമ്മുടെ ഓരോ അസുഖം വരുമ്പോൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അധികമൊന്നും പഠിക്കാൻ പറ്റില്ല. വളരെ ബേസിക്കായിട്ടുള്ള ഐഡിയ എനിക്കുള്ളൂ. പക്ഷേ അതറിയുന്ന നല്ല ഡോക്ടേഴ്സ് എൻ്റെ കൂടെയുണ്ട്, അതറിയുന്ന നല്ല റിസർച്ച് ചെയ്യുന്ന ആളുകൾ എൻ്റെ കൂടെയുണ്ട്. അവരെൻ്റെ മെൻറ്റേഴ്സാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഓരോ മേഖലയിലും നമുക്ക് മെൻറ്റർ ഉണ്ടാവുക എന്നുള്ളത് അത് നിങ്ങൾക്ക് പെയ്ഡായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ചില മേഖലകൾ പെയ്ഡായാലേ കിട്ടുള്ളൂ നമുക്ക്. ഇനി അതല്ല, നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും ഒക്കെ അത്തരം ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അക്ഷയുടെ കാര്യത്തിൽ എനിക്ക് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. ഞാൻ അക്ഷയുടെ നോ ഫാബ് എന്നുള്ള ഒരു ക്യാമ്പയിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണുന്നുണ്ടായിരുന്നു. വളരെ ധൈര്യമുള്ള, വളരെ യങ്സ്റ്ററായിട്ടുള്ള ടീനേജ് സമയത്ത് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പെട്ട് ജീവിതം ഉലഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു മെജോറിറ്റി ടീമിൻ്റെ കൂടെ ആവാൻ സാധ്യതയുള്ള അക്ഷയെ പോലുള്ള ഈ ഏജിലുള്ള ഒരാൾ അത്തരം ഒരു മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അത്തരം പ്ലാറ്റ്ഫോമിൽ മെൻറ്റർഷിപ്പ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഉപയോഗിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അതെ സർ, ആക്ച്വലി ഒരു നോ ഫാബ് കമ്മ്യൂണിറ്റി എന്നുള്ളത് നമ്മളുടെ ഫാസ്റ്റ് റീബൂട്ട് എന്നുള്ള ഇപ്പോഴത്തെ പ്രോഗ്രാമിൻ്റെ തുടക്കത്തെ ഉത്ഭവമായിരുന്നു സർ.
അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവർക്കൊരു നോ ഫാബ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന, നമുക്ക് മെയിൽ ചെയ്യുന്ന കുറേ ആളുകളിൽ ഇത് മാത്രമല്ലാതെ മറ്റൊരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നും അവരുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരുപാട് സൈക്കോളജിസ്റ്റുമാരെയും ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെയും പല കാര്യങ്ങളിൽ ഇവർക്ക് മെൻറ്റർ ആവാനായിട്ട് പറ്റുന്ന ആളുകളെയൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പ്രോഗ്രാം ഒന്നുകൂടി എങ്ങനെ നമ്മൾ ആദ്യം ആരംഭിച്ചിട്ടുണ്ടായിരുന്ന കേരള നോ ഫാബ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലായിരുന്നു. അത് പിന്നെ മോൾഡായി ഇപ്പോൾ ഫാസ്റ്റ് റീബൂട്ട് എന്നുള്ള ഒരു രീതിയിലാണ് വന്ന് നിൽക്കുന്നത്. അവിടെ സാറ് പറഞ്ഞ രീതിയിലുള്ള ആ ഒരു ട്രെയിനിങ്ങും ഉണ്ട്. അതുമാത്രമല്ലാതെ ഞാൻ മുൻപ് പറഞ്ഞ രീതിയിലുള്ള ഓവർ തിങ്കിങ്, ഡിപ്രഷൻ, പിന്നെ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യുക, പ്രോപ്പറായിട്ട് ഗോള് സെറ്റ് ചെയ്യുക, ഡിസിപ്ലിൻ ബിൽഡ് ചെയ്തെടുക്കുക, എപ്പോഴും മോട്ടിവേഷൻ നിലനിർത്തുക, അതിനൊരു പേഴ്സണൽ ട്രെയിനറെ നൽകുക. FR എങ്ങനെയാണോ 7 AM ക്ലബിൽ ഇപ്പോൾ കഴിഞ്ഞ 100 days ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ നമ്മൾ ദിവസവും രാവിലെ 4:30-ക്കും രാത്രി 8:30-ക്കൊക്കെ ആയിട്ട് കുറേ എക്സ്പേർട്ടുമാരെയൊക്കെ വെച്ച് ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു തിങ് ആയിട്ടാണ് FR കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രോഗ്രാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്.